പ്രൈസ് ലോർഡ്. ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് വേൾഡ്ലി സിസ്റ്റത്തെക്കുറിച്ചാണ്. അത് കഴിഞ്ഞിട്ട് ദൈവത്തിൻ്റെ സിസ്റ്റം, ഗോഡ്ലി സിസ്റ്റം കൂടി പറയാം. നമുക്കത് ഏറെ ഉപകാരപ്പെടും. നിങ്ങൾ ഏതവസ്ഥയിലൂടെയാണ് പോകുന്നത്, ആ അവസ്ഥയിൽ നിന്ന് മാറി ഒരു ഉയർന്ന അവസ്ഥയിലേക്ക്, സാമ്പത്തിക അവസ്ഥ ഉയർന്നതാകാൻ, ആരോഗ്യം ഉയർന്നതാവാൻ, ആത്മീയ ജീവിതം ഉയർന്നതാവാൻ, നിങ്ങളേത് താഴ്ന്ന ലെവലിലാണോ പോകുന്നത് അതിനെ ഉയർന്ന ലെവലിലേക്ക് കൊണ്ടുപോകാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും. അതിന് വേൾഡ്ലി സിസ്റ്റം ഞാൻ പറയാം. നത്തിങ് ഈസ് ഫ്രീ. ഒന്നും ഫ്രീ അല്ല. ഒന്നും നമുക്ക് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഒന്നും ഫ്രീ അല്ല. അതിന് വില കൊടുത്തിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നോ ഡിസിപ്ലിൻ, നോ റിസൾട്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരു ഡിസിപ്ലിൻ ഇല്ല എങ്കിൽ, ഒരു അച്ചടക്കമില്ലെങ്കിൽ റിസൾട്ട് ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു ത്യാഗം ചെയ്യാനുള്ള ഒരു മനസ്സ്, ചിലതൊക്കെ സഹിക്കാനും ത്യജിക്കാനും ത്യാഗം ചെയ്യാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. അതായത് നോ സാക്രിഫൈസ്, ദെയർ ഈസ് നോ ഓപ്പർച്യൂണിറ്റി. അതുപോലെ തന്നെ നോ ലോയൽറ്റി. നമുക്ക് ലോയൽറ്റി ഇല്ലെങ്കിൽ നമുക്ക് സ്നേഹം ഉണ്ടാവില്ല. നമ്മൾ ലോയൽറ്റി ഉള്ളവരായാൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ, സ്നേഹം കിട്ടുകയുള്ളൂ, സ്നേഹം കൊടുക്കാനും പറ്റുകയുള്ളൂ. അപ്പോൾ നോ ലോയൽറ്റി, നോ ലവ്. അതുപോലെ തന്നെയാണ് നോ ട്രസ്റ്റ്. നമുക്ക് ട്രസ്റ്റ് ഇല്ല, നമുക്ക് വിശ്വസ്തതയില്ല എങ്കിൽ നമുക്ക് എന്ത് കിട്ടില്ല? നോ ഫ്രണ്ട്ഷിപ്പ്, നോ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ വിശ്വാസം എന്നുള്ളതിനേക്കാൾ ട്രസ്റ്റ്, ബിലീവ് സിസ്റ്റം അല്ല, ഫെയ്ത്ത് അല്ല, ബിലീവ് അല്ല, ട്രസ്റ്റ്, വിശ്വസിച്ച് ഏൽപ്പിക്കാൻ കഴിയുക എന്നുള്ള ഒരവസ്ഥ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ആവൂ, ആ ഫ്രണ്ട്ഷിപ്പ് മുമ്പോട്ട് പോവുകയും ഉള്ളൂ. അതുപോലെ തന്നെ നോ റിസ്ക്, നോ റിവാർഡ്. നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ, വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല? പ്രതിഫലം ഉണ്ടാവുകയില്ല. നിങ്ങൾ റിസ്ക് എടുക്കാതെ അവിടെ ഇരിക്കുകയാണെങ്കിൽ അവിടെ ഇരിക്കുക. അപ്പോൾ അവിടെ ഇരിക്കുന്നതിൻ്റെ പ്രതിഫലമേ ഉണ്ടാവുകയുള്ളൂ, റിസ്ക് ഏറ്റെടുത്തതിൻ്റെ പ്രതിഫലം. അപ്പോൾ റിസ്ക് ഏറ്റെടുക്കുന്നതിൻ്റെ പ്രതിഫലം എന്ന് പറയുന്നത് പ്രോഫിറ്റാണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ അതുപോലെ തന്നെയാണ് നോ പെയിൻ, നോ ഗെയിൻ എന്ന് പറഞ്ഞാൽ വേദന നമ്മൾ സഹിക്കുന്നില്ല എങ്കിൽ, വേദന നമ്മൾ ഏറ്റെടുക്കുന്നില്ല എങ്കിൽ നമുക്ക് എന്ത് കിട്ടില്ല? ഒരു ലാഭവും നമുക്ക്, ഒരു നേട്ടവും നമുക്ക് ഉണ്ടാവുകയില്ല. ഇതാണ് വേൾഡ്ലി സിസ്റ്റം. അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. ദൈവത്തിൻ്റെ ഒരു സിസ്റ്റമുണ്ട്, സൂപ്പർ നാച്ചുറലായൊരു സിസ്റ്റമുണ്ട്. ദൈവരാജ്യത്തിനകത്തേക്കുള്ള പ്രവേശനവും അവിടെ ഉണ്ടാകുന്ന ബെനിഫിറ്റും സിസ്റ്റവുമാണ് ഗോഡ്ലി സിസ്റ്റം. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഹല്ലേലൂയ, സ്തോത്രം.